100% ഇത് കൊലപാതകമാണ്. അതിനുവേണ്ടി കൊലക്കുറ്റത്തിന് ഇവരെ കേസെടുത്ത് നടത്തണം. ഇത് ഇനി നാളെയും ആരെങ്കിലും കൊന്നു വെച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠയാണ് സമാധി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നോക്കൂല. ഇത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റൂല. ഇത് ജയിക്കാൻ വയ്യാതെ നടന്ന ഒരു മനുഷ്യനാണ്. മൂത്രവും മലവും എല്ലാം കിടന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ എങ്ങനെ കോവിലിൽ ചെന്ന് കരിക്ക് ജപിച്ച് കുടിച്ചു. 8 മാസം 6-7 മാസത്തേക്ക് മുമ്പ് വീട്ടിൽ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ ഇരുത്തിക്കുമ്പോൾ പൊമ്മ ഇരുത്തിക്കുമ്പോൾ കസേര ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് കമ്മും എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ മോന് പണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡിൽ പണി കിട്ടിയാണ്, ആനയാണ്, കൊട്ടാരക്കര ഗണപതികളാണ്. അതൊക്കെ വെറും കള്ളം പറഞ്ഞാൽ മോൻ പെണ്ണ് കിട്ടിയതല്ല. അവൻ എവിടെ പോയി പഠിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അച്ഛൻ്റെ കൂടെ കോവിൽ വന്നപ്പോഴും പ്രവർത്തിക്കാനും എടുക്കാനും വന്നിട്ടുണ്ട്. ഏതോ ഒരാൾ പറഞ്ഞു ഞാൻ ഭീകരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. അത് ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് പറയരുത്. ഇവിടെ വന്ന് തിരക്കണം, ഞാൻ ഭീകരനാണോ, ഞാൻ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണെന്ന് ഇവിടെ വന്ന് നോക്കണം. കാര്യം ഇവിടെ വന്ന് പരാതി കൊടുത്ത ഒരു തന്തയില്ലാത്തവന്മാരെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കേസ് കൊടുത്തത് നമ്മൾ തന്തയില്ലാത്തതാണ്. അപ്പം അങ്ങനെ തന്തയുള്ളതാണ്. ഈ പറയുന്ന ഗോപാലൻ സ്വാമി മുമ്പും സ്വാമി തന്നെ ആയിരുന്നു? അല്ല. മുമ്പ് ആരായിരുന്നു? മുമ്പ് ഒരു കൂലിപ്പണിക്കാരനും ഇവിടെ യൂണിയനിലുള്ളതാണ്. ഇങ്ങനെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ പ്ലാവളയാണ് സ്ഥലം. പ്ലാവള വെച്ചാൽ അവിടെ ഉള്ള ഈഴവരുമായിട്ട് ഒരു അടിയൊക്കെ നടത്തി ഒരു സ്ത്രീ അടക്കം അവർ വെട്ടിയിട്ട് അവിടെ നിന്ന് ഒളിച്ചോടിയാണ് ഇവിടെ ആറലിനോട് വന്നത്. ആറലോട് ജംഗ്ഷൻ ഒരു 200 മീറ്ററിന് ഇപ്പുറത്താണ് അവിടെ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ചതും ഇവിടെ യൂണിയൻ പ്രവർത്തനമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്നാണ് ഇവർ മരുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഒരു ക്ഷേത്രം പോലെ അവിടെ ഒരു പണി ചെയ്തത്. അവിടെ ക്ഷേത്രം പണി പോലെ ചെയ്തിട്ട് അവിടെ ആളുകൾക്ക് വിശ്രമിക്കാനിരിക്കാനും കരുതി അവിടെ ചെയ്തതിന് ശേഷം അവിടെ മുത്തുമണി എന്ന് പറഞ്ഞ ഒരാളിനെ വിറ്റിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് അതിനുമുമ്പ് ഇവിടെ വരണതിന് മുമ്പ് ഇവരുടെ മോഹം മരിച്ചുപോയി. ഒരു മൂത്ത മോനാണെന്നുണ്ട് 13-14 വയസ്സപ്പോൾ ഒരു മോഹം മരിച്ച്. അന്ന് അവിടെ വീട്ടിടയിലാണ് ഇവർ അടക്കിയത്. ആ മോൻ അടക്കി വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഭസ്മവും കൂളത്തലയും പൂവൊക്കെ ഇട്ടാണ് അടക്കിയതെല്ലാം കഴിഞ്ഞ് ശേഷം അതിന് മുമ്പാണ് ഇവിടെ അടി നടന്നത്. ആറാലും അടിയൊക്കെ അടി നടന്നതിൽ ഇങ്ങനെ കേസിലെ പ്രതിയാണ്. ഈ വർഗീയ ലഹള ആറാലും നടന്നപ്പോൾ ആ കേസിൽ ഇങ്ങനെ പ്രതിയാണ്. ഇതിന് ശേഷമാണ് ഈ മരുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അവിടെ പോയതും അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് ഇപ്പം ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ക്ഷേത്രം പണിയതും ഈ വയൽ വസ്തു വാങ്ങിച്ചത്. 30 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. 30 വർഷത്തിനല്ല അകത്തായിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ആദ്യം ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ശിവക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നാട്ടുകാരുടെ അടുത്ത് ലളിത എന്ന് പറഞ്ഞ സ്ത്രീയുടെ വസ്തുവാണത് വയൽ. അത് വാങ്ങിച്ചാണ് വലിയ ക്ഷേത്രം പണിയത്. അപ്പോൾ അവിടെ വിറ്റിട്ട് വന്നാണ് ഈ പൈസയും ഈ നാട്ടുകാരും കൂടി പിരിച്ചാണ് ഈ ക്ഷേത്രം പണി ചെയ്തത്. ഈ ക്ഷേത്രം പണി ചെയ്ത് ഇരുന്ന് 2016 ഇതിൽ ഒരു ഉദ്ഘാടനമായിട്ടൊക്കെ അവർ പ്രതിഷ്ഠയൊക്കെ ചെയ്തു 1.5 വർഷം. അപ്പോൾ ഇവിടെ നിന്ന് റോഡില്ല, ഇവിടെ വഴിയാണ്. ഇവിടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിൽ പോകണതെല്ലാം ഒരു വഴിയാണ്. ഒരു 2-3 അടി വഴിയുണ്ടായിരുന്നുള്ളൂ. ഈ ബാബു പോലീസാർ എന്ന് പറഞ്ഞതും എൻ്റെ കണ്ടാണ് ഈ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്ഷേത്രത്തിൽ ഇറങ്ങുന്ന കാണുന്ന വല സൈഡ് കാണുന്നത് ബാബു പോലീസാറിൻ്റെത്. ഈ ക്ഷേത്രത്തിന് ആർച്ചിൻ്റെ അടുത്ത് നിന്ന് വല സൈഡ് കാണുന്ന ബാബു പോലീസാറിൻ്റെ കണ്ടാണ്. അങ്ങനെ സ്ഥലം കൊടുത്തു. തൊട്ടടുത്തൊരു മുസ്ലിമാണ് എൻ്റെ വസ്തുവാണ്, അങ്ങേര് കൊടുത്തു. അതിൻ്റെ അടുത്ത് ഈ ബാബു പോലീസാറിൻ്റെ അളിയൻ അവിടെ നാഗര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അത് സ്ഥലം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ടെന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോഴെന്ന് വെച്ചാൽ SS ജയകുമാർ മുൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ അവർ കൊടുത്ത സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ഒരു പേര്. ഇതെല്ലാം അവർ കിട്ടിയതിന് ശേഷം അവർ പിന്നെ നാട്ടുകാർ വേണ്ട, അവർക്ക് റോഡായി ഇതായപ്പോൾ നാട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങൾക്കതിൽ വിരോധമില്ല, സന്തോഷമുള്ള അവരെ കോവിൽ, അവരെ കാമ്പൗണ്ടിരിക്കുന്ന കോവിൽ അവർ പ്രവർത്തിക്കുക എടുക്കുക എന്ത് വേണോ ചെയ്തിട്ട്. പക്ഷേ ഇത് ഇപ്പം നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഗോവൻസ്വാമി എന്നല്ല, ഞാൻ ഗോവൻ ചേട്ടനാണ് വിളിച്ചിട്ടുള്ളത്. ഗോവമണി എന്നാണ് യഥാർത്ഥത്തിൽ പേര്. ഗോവമണി എന്നാണ് യഥാർത്ഥ പേര് എല്ലാവരും വിളിച്ചത്. ഇവിടെ ക്ഷേത്രം പണിയെന്ന് വെച്ചാൽ ഇവർ ഗുരുവാണ്, ആചാര്യനാണെന്നൊക്കെ നമുക്കറിഞ്ഞൂടാ. അങ്ങനെയാണ് ഈ സ്വന്തമായിട്ട് ഈ പ്രതിഷ്ഠ വെച്ചപ്പോഴും അങ്ങനെയാണ് സ്വന്തമായിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തത്. വേറെ ഒരു നമ്പൂതിരിമാരെ ആരെയും ഇവിടെ ഇരുത്തിയിട്ടില്ല. ഇങ്ങനെ മോനും കൂടിയാണ് ഇരുന്നത്. ഇങ്ങനെ മോന് പണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡിൽ പണി കിട്ടിയാണ്, ആനയാണ്, കൊട്ടാരക്കര ഗണപതികളാണ്. അതൊക്കെ വെറും കള്ളം പറഞ്ഞാണ് മോൻ പെണ്ണ് കിട്ടിയതല്ല. രാജസേനൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടിയത് വെറും കള്ളത്തിലാണ്. പക്ഷേ ഇപ്പോഴും എഴിക്കാൻ വയ്യാതെ നടന്ന ഒരു മനുഷ്യനാണ്. മൂത്രവും മലവും എല്ലാം കിടന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ എങ്ങനെ കോവിലിൽ ചെന്ന് കരിക്ക് ജപിച്ച് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചൊന്ന് കഞ്ഞി എങ്ങനെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെ BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചത് മൂത്തമായി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് സമാധി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിരുന്നെന്ന്. വെറും പച്ചക്കള്ളം. ഇതെല്ലാം കുറയ്ക്കുക. അതുപോലെ മൂത്തവൻ പറയണമെന്ന് വെച്ചാൽ അച്ഛൻ ചെന്ന് ചമ്മണം കൂട്ടിയിരുന്ന് തലയിൽ കൈവച്ച് കൊടുത്തു. ഇതൊക്കെ വെറും കള്ളം. അമ്മ പറയണ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് തുടിക്കണമെന്ന്. ഇത് മൂന്ന് രീതിയിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഇതിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കണം. അമ്മയും 2 മക്കളെയും മരുമകളെയും കൊലക്കുറ്റത്തിന് കേസെടുത്താലേ ഇവരെ പ്രത്യേകിച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്യണം. ഇത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്താണ്. ആ ക്ഷേത്രത്തിൻ്റെ മൂല സൈഡിൽ ചെന്ന് നോക്കിയാൽ മതിലിൻ്റെ മൂല നോക്കിയാൽ എൻ്റെ വീട് കാണാം. ഇതിലാണ് ആദ്യം മുതൽ ഈ പോലീസിന് പരാതി കൊടുത്തത്. ഇവിടെ ഈ സ്ഥലത്ത് നിന്നിട്ടാണ് വാർഡ് മെമ്പറെ വിളിച്ചതും വരുത്തിയതും. മിസ്സിംഗ് ആണ്, കാണാനില്ലെന്ന് പറഞ്ഞ് വാർഡ് മെമ്പറെ വിളിച്ച് അറിയിക്കാനും വേണ്ടി നമ്മൾ ചെയ്തത്. ആദ്യം മുതൽ ഇതിലുണ്ട്, ഞാൻ ഉള്ളതാണ്. എൻ്റെ പേര് യേശുദാസാണ്. ഞാൻ ഇവിടെ ആറലിവിടെ ഒരു കടയിട്ടിരിക്കുകയാണ്. ഞാൻ നല്ല കൂലിപ്പണിക്ക് നല്ല തടി മുറിക്കാനും തേങ്ങോട്ടുകാരനായിരുന്നു. എനിക്കൊരു കാലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു കടയിട്ട് അവിടെ ഇരിക്കുകയാണ്.
ഇവരിപ്പോ പറയുന്നത് അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു, അച്ഛൻ കിടപ്പിലല്ലായിരുന്നു. എവിടെയല്ലായിരുന്നു എങ്കിൽ നാട്ടുകാർ കാണൂല്ലേ കിടപ്പിലായിരുന്നു. ഒരു 7-8 മാസത്തേക്ക് മുമ്പ് 8 ഏകദേശം ഒരു വർഷത്തിനടുപ്പിച്ച് സുഖമില്ലാതെ ഇതിലെ കൊണ്ടുപോയി കാലിൽ കുപ്പിയോടുണ്ട്, ബാക്കിൽ നിന്ന് കുപ്പിയോടുണ്ടത്. അങ്ങനെ ബാലെടുത്ത് ആശുപത്രി കൊണ്ടുപോകണത് കണ്ട് അതിനുശേഷം ഒരു 7-8 മാസം, ഒരു 6-7 മാസത്തേക്ക് മുമ്പ് വീട്ടിൽ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ ഇരുത്തിക്കുമ്പോൾ പൊമ്മ ഇരുത്തിക്കുമ്പോൾ കസേര ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് കമ്മുമ്പ് എടുക്കാൻ വന്നപ്പോൾ ക്ഷേത്രം ഈ കോവിലിൻ്റെ തൊട്ടപ്പുറത്ത് പ്രതിഷ്ഠ വെച്ചിങ്ങനെ തൊട്ട് അപ്പുറത്ത് കണ്ടത് കമ്മുമ്പ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടു. അങ്ങനെ തന്നെ കണ്ട് ഇവിടെ വേറെ ആരെയും ഇവർ വെളിയിൽ കയറ്റില്ല, ഇവർ വെളിയിലായിട്ട് ഒരു ആരും സംസാരിക്കില്ല, എടുക്കില്ല. അവർ ഒറ്റ തനിപ്പിടിയായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഇതിൽ 100% ഇത് കൊലപാതകമാണ്. അതിനുവേണ്ടി കൊലക്കുറ്റത്തിന് ഇവരെ കേസെടുത്ത് നടത്തണം. ആ സമാധി പൊളിക്കണമെന്ന് തന്നെയാണോ? സമാധി പൊളിച്ച് നമുക്കറിയണം, വ്യക്തത അറിയണം. പിന്നെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഹിന്ദു ഐക്യവേദിയായിട്ട് എനിക്ക് ബഹുമാനം സ്നേഹവും മര്യാദയുണ്ട്. അതിൻ്റെ അതിൽ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നെടുമങ്ങാട് എന്നൊരു വക്കീലെന്ന് പറഞ്ഞ ഒരാളും. ഇവിടെ വന്ന് അന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അങ്ങനെ ഒറ്റ മനുഷ്യനാണ്. കാര്യം ഇവിടെ വന്ന് പരാതി കൊടുത്ത ഒരു തന്തയില്ലാത്തവൻ വരെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കേസ് കൊടുത്തത് നമ്മൾ തന്തയില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ തന്തയുള്ളതാണ് ഇത് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നാട്ടിൽ ചെന്ന് നമ്മളിതുപോലെ ഒരു സംഭവം നടക്കും, നമ്മൾ തന്തയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുമോ അത്? അപ്പോൾ ഇവിടെ വന്ന് ഗുണ്ടായിസാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളാണ് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി മറ്റേ SDP എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിങ്ങളും വന്ന് നോക്കും. അവിടെ വേർതിരിക്കാൻ പാടില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന എൻ്റെ പേരിട്ടെങ്കിലും ഞാൻ ഒരു ഹിന്ദു മാത്രമാണ്. 29 വർഷം കൊണ്ട് ഞാൻ ചക്കുളത്ത് പോകണം, എല്ലാ മാസം പോകണം. ഇന്ന് ഈ വ്യാഴാഴ്ച പോകേണ്ടതാണ്. എല്ലാ മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച പോകണം. കൊറോണ പിടിച്ചപ്പോഴും ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ ആരും കോവിൽ പോയിട്ടില്ല. കേട്ടോ മേഡം, കേട്ടോ, ആരും കോവിൽ പോയിട്ടില്ല. ഞാൻ പോയിട്ടുള്ളതാണ്. എല്ലാ മാസവും ഞാൻ ചക്കുളത്ത് പോയാണ്. ആലപ്പുഴ ജില്ലയിലുള്ള ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 മാസം ബസ് കുറവാണെങ്കിൽ 2 മാസം മാത്രം പോയില്ല. 22 വർഷം ഞാൻ ശബരിമല പോയാണ്. എൻ്റെ കുടുംബ പരമ്പര ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഹിന്ദു മതത്തിൽ ഞാൻ പോയാണ്. വീട്ടുകാരുടെ എതിർത്തും പിണങ്ങി എനിക്ക് ഹിന്ദു മതത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഹിന്ദു മതത്തിൽ വന്നവനാണ്. ഇന്നും എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഹിന്ദുവിൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചാണ് ഞാൻ വിളക്കെത്തിക്കുന്നത് ഡെയിലി. എൻ്റെ കടയിലും അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചക്രത്തമ്മയുടെ ഫോട്ടോ വെച്ചാണ് ഞാൻ അവിടെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വീട്ടിലും ചക്രത്തമ്മയുടെ ഫോട്ടോ വെച്ചാണ് ഞാൻ പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഞാൻ വെച്ചിരിക്കുന്നത് കടയ്ക്കും ചക്രത്തമ്മ സ്റ്റോറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏതോ ഒരാൾ പറയണം ഞാൻ ഭീകരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. അത് ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് പറയരുത്. ഇവിടെ വന്ന് തിരക്കണം, ഞാൻ ഭീകരനാണോ, ഞാൻ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണെന്ന് ഇവിടെ വന്ന് നോക്കണം. ഞാൻ യഥാർത്ഥ ഹിന്ദുവാണ്, എന്നെ ഭീകരനാക്കരുത്. 67 ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹിന്ദു മതത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഹിന്ദുവിനെ ഈ തെറ്റായ രീതിയിലാണ് ഇവരെല്ലാം പ്രതി ചെയ്തുകൊണ്ടത്. അതുകൊണ്ട് 100% ഇതൊരു കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് മക്കളെയും ഭാര്യയും മരുമകളെ അറസ്റ്റ് ചെയ്താകുമ്പോൾ കൃത്യമായിട്ട് ഇതിന് സത്യം വെളിയിൽ വരും. കാര്യം ഇത് ഇനി നാളെയും വേറെ ആരെങ്കിലും കൊന്നു വെച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠയാണ് സമാധി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നോക്കൂല. ഇത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റൂല. ഇത് ഞങ്ങൾക്ക് അവൻ ഗോവൻ സ്വാമി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അണ്ണാന്ന് വിളിച്ചോളാം, മണിയണ്ണാന്നാണ് വിളിച്ചോളൂ. ഗോവൻ മണിയണ്ണാന്ന് വിളിക്കില്ല, മണിയണ്ണാന്ന് വിളിച്ച് ഞാൻ തന്നെയാണ്. എൻ്റെ കൂടെ ബാനം വെട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങേര് തടി മുറിക്കാൻ വിളിച്ച് ഞാൻ കൂടെ പോയിട്ടുണ്ട് അങ്ങേരെ കൂടെ. അത് ഈ നാട്ടുകാർക്കറിയാം അങ്ങനെ പോയിട്ടുള്ളതാണ്. അവൻ എവിടെ പോയി പഠിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അച്ഛൻ്റെ കൂടെ കോവിൽ വന്നപ്പോഴും പ്രവർത്തിക്കാനും എടുക്കാനും വന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് അവൻ ഇവിടെ ദേവസ്വം ബോർഡിൽ പണി കിട്ടി, കൊട്ടാരക്കര ഗണപതി കോവിലാണ് പണി കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് പെണ്ണ് കിട്ടിയത്. ഇവിടെ അങ്ങ് പാറശാല അവിടെ മഞ്ചളത്തെ കാരക്കുളത്ത് വന്ന പെണ്ണ് കിട്ടിയത്. അമരവള വെച്ചാണ് കല്യാണമായിരുന്നത്. അങ്ങനെ കൊടുക്കാൻ ഇവൻ ജോലിയിലെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ അവൻ്റെ സമ്മതത്തോടെ ഇന്നലെ ഞാൻ കണ്ടില്ല, കല്യാണത്തിന് മാത്രം കണ്ടത്. അവൻ്റെ മോൻ രാജസേനൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടിയപ്പോൾ അന്ന് ഞാനും ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി. അന്ന് കണ്ട അവൻ്റെ ഭാര്യ ആൾക്കാർ. അതിന് ഇന്നൊരു അവൻ്റെ ഭാര്യ ആൾക്കാരുണ്ടല്ലോ. ഈ 4 പേരെ ഈ വീട്ടിലുള്ളൂ. ഇവൻ്റെ മൂത്തമ്മ പെണ്ണേട്ടി കളഞ്ഞിട്ട് അങ്ങ് ഇവിടെ പാറശാലയ്ക്ക് ഇപ്പുറത്ത് CVR പുരത്ത് എവിടെയാണ് താമസിക്കുന്നത് വീട് വെച്ച്. അപ്പോൾ ആണ്ടയ്ക്കൊരിക്കൽ അവണിക്ക് രാത്രിയുടെ വരും. ഇപ്പോഴും ഈ പ്രശ്നം നടന്നപ്പോഴും ഈ പോസ്റ്റ് വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞതും പോണത് ഈ അമ്പലത്തിനടുത്തൂടെയാണ് ഞാൻ പോണത്. കട തുറക്കാനും കട അടച്ചിട്ട് വീട്ടിൽ പോണതും എല്ലാം പറഞ്ഞത് ഇങ്ങനെ കണ്ട് സമയമാണ് ഞങ്ങളിത് ഈ പോസ്റ്റ് കൊണ്ടാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഞങ്ങൾ വിളിച്ച് സ്റ്റേറ്റിൽ അറിയിപ്പിച്ചത്. അതുകൊണ്ട് 100% സർക്കാർ ഇതിന് മുൻകൈ എടുക്കണം. അവർ ഹൈക്കോടതി പോയാല, സുപ്രീം കോടതി പോയാല. ഇത് നമ്മൾ കൊടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വകുപ്പിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. മാൻ മിസ്സിങ് അല്ലാതെ ഇതിലൊരു സംശയമുണ്ട് നമുക്ക്. അപ്പോൾ ഈ 2 കേസിന് അത് സർക്കാർ ഇടപെട്ട് പോലീസുകാർ ഇടപെട്ട് നല്ല രീതിയിൽ നോക്കി ഇതിനെ അന്വേഷിച്ച് ഇവരെ കൊലക്കുറ്റത്തിന് കേസിന് ആക്കണം. കാര്യം ഇനി നാളെ ഒരാളെ സമാധി എന്ന് പറഞ്ഞ് ഇരുത്തരുത്. പണ്ട് ഇവരെ ഒരു മോൻ മരിച്ചപ്പോഴും അവിടെ വീട്ടിൽ അടയ്ക്കുക, 6 വീടാണ് വീട്. അവിടെ അടയ്ക്കപ്പോഴും അന്ന് നല്ല രീതിയിൽ തന്നെ അടയ്ക്കും. ഞങ്ങൾ നാട്ടിൽ മൊത്തോടെ ഇട്ട് മോൻ മരിച്ചപ്പോൾ അവിടെ കൂവളത്തലയും ഭസ്മവും പൂവും ഇട്ടാണ് മൂടിയത്. കല്ലറ പോലെ കൊണ്ടുവന്ന് മൂടി മാർബിളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇരുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വീട് വെച്ച് എല്ലാം ആയി വന്നപ്പോഴാണ് അവിടെ വിറ്റത്. അവിടെ വിറ്റ് ഈ കല്ലറ എല്ലാം അച്ഛൻ ഈ 2 മക്കളും കൂടിയാണ് വെട്ടി പൊളിച്ചത്. മാർബിൾ വരെ വെട്ടി പൊളിച്ചാണ് വസ്തു വിറ്റത്. അരുമാനൂരുള്ള ഒരു പാർട്ടിക്കാണ് 6 വീടുള്ള വസ്തു വിറ്റത്.
വിറ്റിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവർ. അപ്പോൾ ഇവർ വന്നത് കോവിൽ കാര്യം അവരെ കോവിൽ തന്നെ അവർക്ക് അവകാശപ്പെട്ടാണ്. നാട്ടുകാർക്ക് ആർക്കും വേണ്ട, നാട്ടുകാർ ഇതിനു വേണ്ടി പോവേയില്ല. ചേട്ടനോട് വർക്ക് ചെയ്തപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഒരു സാമ്യം അങ്ങനെ വല്ല ജീവി ഇതൊക്കെ ഉള്ളതായിട്ട് വല്ല പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പുള്ളിക്ക് ഇത് സമാധി ആവുന്നതിനെ പറ്റി സമാധിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ സമാധി ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ തമ്പിന്നേ വിളിക്കുള്ളൂ, എന്നെ പേര് പറഞ്ഞുള്ളൂ. ഞാൻ ചേട്ടാന്ന് മണിയൻ ചേട്ടാന്നും ഒക്കെ തന്നെ വിളിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കോവിലൊക്കെ വെച്ചപ്പോൾ ഞാനും കൂടി ചെന്ന് പൈസകളൊക്കെ പിരിക്കാൻ പോയിട്ടുണ്ട്. ഈ ക്ഷേത്രം പണി നാട്ടുകാരുടെ പൈസകൾ എല്ലാം പിരിച്ചു പറിക്കാണ് ഇത് ചെയ്തത്. പിന്നെ ഈ മരുത്തുമല വിറ്റയിൽ അവിടെ ഒരു ഇതായിട്ട് അവർ ഉണ്ടാക്കി വെച്ച് വിറ്റയിൽ അതിൽ കുറേ പൈസ കൂടി കിട്ടി. അതും കൂടി വെച്ചാണ് പണി ചെയ്തത്. അല്ലാതെ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത ക്ഷേത്രമല്ല. ശരി.